ഇന്ന് നമ്മൾ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു മുളക് കൂശിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഒരു 400 ഗ്രാമോളം ഇളവൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം. നമ്മുടെ നാട് വരുന്നത് ഏകദേശം തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ബോർഡറിലായതുകൊണ്ട് ഒരു വള്ളുവനാടൻ സംസ്കാരം ഇവിടെയുണ്ട്. എന്നാൽ തൃശ്ശൂർക്കാരുടെ രീതികളും ഉണ്ട്. അത് സംസാര ശൈലിയിലാണെങ്കിലും കൂട്ടാമെപ്പിൻ്റെ കാര്യത്തിലാണോ അങ്ങനെ തന്നെയാണ്. വള്ളുവനാട്ടുകാർക്ക് ഉള്ളി മുളക് അരച്ചിട്ടുള്ള കറികൾ കൂടുതലാണ്. അത് പാലക്കാടിൻ്റെ ഒരു സംസ്കാരമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോണത് അങ്ങനൊരു കറിയാണ്. സിമ്പിളായിട്ട് ഇളവൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും മുളകും കൂടി അരച്ച് ചേർക്കാൻ പോവാണ്. ചെറിയ ഉള്ളിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു. നല്ല മഴക്കാറുണ്ട്, വെളിച്ചക്കുറവുണ്ട്, എന്നാലും കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഞാൻ മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. കഷ്ണങ്ങളൊക്കെ നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. അധികം വേവിക്കൊന്നും വേണ്ട, ഒരു രണ്ട് വിസിൽ വന്നാൽ മതിയാകും. അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഉള്ളിയുടെ കൂട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇളവന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്കത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് നമുക്കത് ഗ്യാസിന് മുകളിൽ വയ്ക്കാം. നമുക്ക് 2 സ്റ്റീമേ വരേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നല്ല മഴക്കാറുണ്ട്, എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാം. കാത്തുകൊണ്ടിരിക്കുകയാണ്. അസാമാന്യ ചൂടാണ് കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ ഒരു മഴയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിത്യകല്യാണി പൂക്കളൊക്കെ മഴ വരണം നോക്കി നിൽക്കുകയാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ പൂക്കൾ കാണാൻ. അതാ നമ്മുടെ കൂട്ടാൻ്റെ ആയിക്കഴിഞ്ഞു. ഇത് തുറന്നു ഞാൻ. ഇപ്പം നോക്കൂ, കുറച്ച് വെള്ളമുണ്ട്, നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി ആ വറ്റിക്കുന്നതിൻ്റെ ഒപ്പം ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. നല്ല പോലെ ഉടച്ചാലേ അതിൻ്റെ ടേസ്റ്റ് നല്ല ശരിക്കും ഇറങ്ങി വരുള്ളൂ. ഇനി അതിന് ഞാനൊരു പാത്രത്തിലേക്ക്, ഒരു ചില്ല് പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നല്ല ഭംഗിയുള്ളൊരു പാത്രം. ഇനി ആ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടോടുകൂടി കൂട്ടാനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെളിച്ചെണ്ണയുടെ മണമാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത. വെളിച്ചെണ്ണയും ആ ഉള്ളി അരച്ചതിൻ്റെ മണവും കറിവേപ്പിൻ്റെ ഇലയുടെ മണവും ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ കൂട്ടാൻ കാണുമ്പോൾ തന്നെ കഴിക്കണം തോന്നും. ഇതങ്ങടെ ചൂടുള്ള ചോറിൻ്റെ മുകളിൽ വെച്ച് കഴിച്ചാൽ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്താ ടേസ്റ്റ് എന്നറിയോ. നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക, എത്ര എളുപ്പത്തിൽ കഴിഞ്ഞു അല്ലേ. 5 മിനിറ്റ്